ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാസിസ്റ്റുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാനമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ ചില ചർച്ചകൾ നടക്കാറുണ്ട്, കെട്ടിഘോഷിച്ച ചർച്ചകൾ. അതായത് എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ 3-4 ദിവസത്തേക്ക് ശക്തമായ ചർച്ചകൾ. ഈ ചർച്ചകളുടെ പ്രത്യേകത എന്നാൽ എവിടെയും എത്താറില്ല. ചർച്ചകൾ ഇങ്ങനെ നടക്കും, അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അതേ സംഭവം റിപ്പീറ്റ് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരുപാട് വീട്ടമ്മമാർ ഈ അടുത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ചർച്ച നടക്കും. കുറച്ച് കഴിഞ്ഞ് ആ ചർച്ച നിൽക്കും. ശേഷം 1 മാസമോ 2 മാസത്തിന് ശേഷം അടുത്ത ആൾ മരിക്കും, അപ്പോഴും ചർച്ച. ആ സമയത്ത് ഒരുപാട് പേര് ഉപദേശിക്കും. വിദഗ്ധർ എന്ന് പറയുന്ന ആൾക്കാർ, അതിൽ പത്രപ്രവർത്തകരുണ്ടാവും, അതേപോലെ രാഷ്ട്രീയ നേതാക്കളുണ്ടാവും, വലിയ വലിയ സാംസ്കാരിക നേതാക്കളുണ്ടാവും, എഴുത്തുകാരുണ്ടാവും. എന്നാലോ ഇതിൽ ആഴത്തിൽ പോയി ഇത് പരിഹരിക്കുന്ന അവസ്ഥയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടമ്മമാരുടെ മരണം. മിക്ക വീട്ടമ്മമാരുടെ മരണത്തിൽ നോക്കുമ്പോൾ നമുക്കതിൽ പേഴ്സണാലിറ്റി ഇഷ്യൂസ്, ചില സൈക്കോളജിക്കൽ ഇഷ്യൂസ് കാണാറുണ്ട്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല അറിവുള്ള സൈക്കോളജിസ്റ്റുകളെ കൊണ്ടുവന്ന് അവയർനെസ് ഉണ്ടാക്കാനോ അത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് മണ്ടത്തരമാണ്. അത്തരം മണ്ടത്തരങ്ങൾ സൂചിപ്പിക്കാനും ജനങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതുല്യ സതീഷ്, അതായത് അതുല്യ എന്ന പെൺകുട്ടി മരിച്ചു. ഈ മരിച്ച സമയത്ത് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായി. ആ ആക്ഷേപങ്ങൾ ഓരോന്നും ഞാൻ ഇഴകീറി പരിശോധിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒട്ടും പരിഗണിച്ചില്ല, ഈ വീട്ടുകാർ തിരിച്ചു വിളിക്കണമായിരുന്നു, വീട്ടുകാരാണ് പ്രധാനപ്പെട്ട കാരണമെന്ന്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ശരി തന്നെ, കാരണം ഇവൾക്ക് ബുദ്ധിമുട്ടുന്നതൊക്കെ അവർക്കറിയാം, വീഡിയോസൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് പരോക്ഷമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ലവ് ബോംബിംഗ്, ട്രോമ ബോണ്ടിങ്, ഹൂവറിങ്. എന്താണ് ലവ് ബോംബിംഗ്? ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ ശക്തമായി സ്നേഹിക്കും. ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്നാൽ, സാധാരണ ആൾക്കാർക്ക് പ്രേമിക്കാൻ പറ്റാത്ത, സ്നേഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അത്രയും മാരകമായ രീതിയിൽ സ്നേഹിക്കും, എന്തും ആ സമയത്ത് നൽകും. അങ്ങനെ ലവ് ബോംബ് ചെയ്യുന്ന ആളോട് മറ്റേ ആൾക്കൊരു വിധേയത്വം, ഒരു അടിമത്വം ഉണ്ടാവും. അതായത് അവരെ ഇട്ടിട്ട് അങ്ങനെ പോകാൻ സാധിക്കില്ല. ഈ നാസിസ്റ്റ് പേഴ്സണാലിറ്റിയുള്ള ആൾക്കാർ ചെയ്യുന്നത്, നല്ല രീതിയിൽ ലവ് ബോംബിംഗ് ഉണ്ടാക്കും. ആദ്യം തന്നെ ശക്തമായൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യും. ശേഷം ട്രോമ ബോണ്ടിങ്. ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ, എന്ത് ഉപദ്രവിച്ചാലും, എന്ത് ബുദ്ധിമുട്ടിച്ചാലും, എന്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും ഇട്ടിട്ട് പോകാത്തൊരവസ്ഥ. ഞാൻ തന്നെ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു മഹല്ല് കമ്മിറ്റി പറഞ്ഞിട്ട് ഞാനൊരു കേസിൽ ഇടപെട്ടിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തെന്നാൽ, തൻ്റെ വെളുത്ത കവിളത്ത് ചുവന്നൊരു പാട്, അടി കിട്ടിയതിൻ്റെ പാട്. എനിക്ക് മനസ്സിലായി ഹസ്ബൻഡാണ്. അപ്പോൾ ഹസ്ബൻഡാണെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി അതേന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിയിട്ട് എന്തിനാണ് നിൽക്കുന്നത്, അയാളെ ഇട്ടിട്ട് പോയിക്കൂടെ? ആ സമയത്ത് ഇവൾ എന്നോട് പറഞ്ഞ മറുപടി, എൻ്റെ പേടി എന്ന് പറയുന്നത്, എന്നെ ഇക്ക അടിച്ചിട്ട് ആ അടിയിൽ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇക്ക ജയിലിൽ പോകുമെന്ന്. മനസ്സിലായില്ലേ? അതായത് ഇതാണ് ട്രോമ ബോണ്ടിങ്. എത്ര ഉപദ്രവിച്ചാലും ഇവർ ഇട്ടിട്ട് പോകില്ല. ചിലപ്പോൾ പോകണമെന്ന് തോന്നും, പക്ഷേ ആ സമയത്ത് സെൻറ്റിമെൻറ്റ്സ് വർക്കാവും. എൻ്റെ ഏട്ടായിക്കാരുമില്ല, എൻ്റെ ഇക്കാക്കാരുമില്ല, എൻ്റെ ഇക്ക സ്നേഹം കൊണ്ടല്ലേ ഇത് ചെയ്യുന്നത്, ഇക്ക ഞാൻ പോയാൽ തകർന്നു പോവും, എന്തായാലും സഹിച്ചിരിക്കാം എന്ന അവസ്ഥയിൽ അവർ നിൽക്കും. പക്ഷേ ചിലപ്പോഴൊക്കെ അതികഠിനമായ ക്രൂരതയും അവഗണനയും, ഡീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ വല്ലാത്ത രീതിയിൽ ഇൻസൾട്ട് ചെയ്യും. ആ സമയത്ത് ഇവർ വേണ്ടാന്ന് വെച്ചിട്ട് പോകാൻ തീരുമാനിക്കും. ഈ തീരുമാനിച്ച സമയത്ത് അവർ ഹൂവറിങ് ആയിട്ട് വരും. ഹൂവറിങ് എന്ന് പറഞ്ഞാൽ, തിരിച്ച് മെല്ലെ മെല്ലെ തൻ്റെ ലൈഫിലേക്ക്, ഞാൻ അറിയാണ്ട് ചെയ്തതല്ലേ, നിന്നോട് സ്നേഹം കൂടുതൽ കൊണ്ട് ചെയ്തതല്ലേ, എനിക്കടിക്കാൻ വേറെ ആരും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഹൂവർ ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും? വിട്ടുവീഴ്ച ചെയ്യും. ഈ അതുല്യയുടെ കേസിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് സുഹൃത്ത് പറയുന്നുണ്ട്. അതായത് പലപ്പോഴും ഇവൾ വന്നിട്ടുണ്ട്, എന്നാൽ അവന് വിളിക്കുമ്പോൾ ഒറ്റയടിക്ക് തിരിച്ചു പോകും. ഇതാണ് ലവ് ബോംബിങ്, ട്രോമ ബോണ്ടിങ്, ഹൂവറിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് വീട്ടുകാർ എത്ര ശക്തമായിട്ട് തിരിച്ചു വിളിച്ചാലും അവർ കൊണ്ടുപോകും. എൻ്റെ അനുഭവത്തിൽ ഒരുപാട് കേസുകളുണ്ട്. ഒരു പിതാവിൻ്റെ അവസ്ഥ എനിക്ക് പറയാം. ഒരു പിതാവ് തൻ്റെ മകളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വക്കീലുമായിട്ട് പോയി. അങ്ങനെ വക്കീൽ സൈനൊക്കെ ചെയ്ത് കൊടുത്തു. ഡിവോഴ്സിലേക്ക് നീങ്ങുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്തു? അയാൾ വന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ ഇവൾ തിരിച്ചു പോയി. പിന്നീട് എന്താ സംഭവിച്ചത്? കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ പിതാവ് മരിച്ചു. ഈ പിതാവ് മരിച്ച സമയത്ത് പിതാവിൻ്റെ റോൾ ആരെ ഏറ്റെടുത്തു? ആങ്ങളമാർ ഏറ്റെടുത്തു. എന്നിട്ടും പോയ സമയത്ത് തദൈവ പഴയ പോലെ തന്നെ ഇവൾ വീണ്ടും പറ്റിച്ചു. എന്നിട്ട് ഞാൻ ഇടപെട്ട്, സൈക്കോളജിസ്റ്റ് ഇടപെട്ടിട്ടാണ് ഇവളെ മെല്ലെ ആ ബന്ധത്തിൽ നിന്ന്, ആ ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അത്ര നിസാരമല്ല. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, ഇതാണ് ഏറ്റവും രസം. മറ്റൊരു കൂട്ടർ പറയുന്നത്, നിങ്ങൾ പെൺകുട്ടികളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാനല്ല നോക്കേണ്ടത്, അവർക്ക് എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത്. ഞാൻ ഓപ്പണായിട്ട് പറയാം, എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റും ഇതിലില്ല.
ഈ ഇത്തരം കാര്യത്തിൽ ഇവർക്ക് നല്ലോണം അറിവുണ്ടാവും. ആർക്ക്? ഈ ട്രോമ ബോണ്ടിങ്ങിൽ പെട്ട ആൾക്കാർക്ക് നല്ല അറിവുണ്ടാവും. അവർ ഡോക്ടറായിരിക്കും, എഞ്ചിനീയർ ആയിരിക്കും. എൻ്റെ ഒരുപാട് പേഷ്യൻസ് ഡോക്ടേഴ്സാണ്. അങ്ങനെയുള്ള പല ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ ആണെങ്കിൽ പോലും ഇട്ടിട്ട് പോകാൻ പറ്റൂല. ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് അനുഭവിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ ചിന്തിക്കും, ഇട്ടിട്ട് പോയാലെന്തേ, ഒരാളെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ബന്ധം കിട്ടൂലേ, എന്തിനാണ് അവിടെ കടിച്ചു തൂങ്ങുന്നത്? അതങ്ങനെയല്ല. ഈ സ്നേഹത്തിൻ്റെ പിന്നിൽ അവർക്ക് വിട്ടിട്ട് പോകാൻ പറ്റൂല. അവിടെ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് ഇല്ല. മറ്റൊരു കൂട്ടർ പറയുന്നത് പണം ഉണ്ടായാൽ പോരെ. പണം, ഇക്കൂട്ടത്തിൽ പല ആൾക്കാർക്കും നല്ലോണം പണം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ പണം ഉണ്ടായാൽ ഇവരെന്താ ചെയ്യും? ഈ നാസിസ്റ്റ് മെല്ലെ ഈ പണമൊക്കെ നശിപ്പിക്കും. അതായത് ഈ പണം ഇവൾക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും, സ്വർണ്ണടക്കം കിട്ടാത്ത അവസ്ഥയിലെത്തിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, കഴിഞ്ഞ 2-3 മാസമായിട്ട് മരിച്ചൊരു പെൺകുട്ടിയുണ്ട്, മേഘ. അവരെ ജോലി എന്താണ്? IB ഉദ്യോഗസ്ഥ. അവരെ കുടിക്കാ ചെറുപ്പക്കാരനോ സുഗാന്ത് സുരേഷ്, അവനും IB ഉദ്യോഗസ്ഥനാണ്. എന്നാൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇവള് ഉണ്ടാക്കുന്ന ശമ്പളം മൊത്തം അവനാണ് കൈകാര്യം ചെയ്യുന്നത്. ഒറ്റ രൂപ കൊടുക്കൂല, എല്ലാം ഇവൻ തീർക്കും. എന്നിട്ട് അവസാനം ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ്. ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന മെസ്സേജുകൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. നീ ചത്തൂടെ, നീ എപ്പോഴാണ് ചാവാൻ പോകുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട് ഓഗസ്റ്റ് 9 പറഞ്ഞിട്ട് അതിന് മുമ്പ് തന്നെ അവൾ മരിക്കുന്നുണ്ട്. അതായത് മെല്ലെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലേ? പറ നിങ്ങൾ, എഡ്യൂക്കേഷൻ ഇല്ലേ? എന്നാൽ ഇവൾക്ക് പണമില്ലേ? ഒന്നും ഇവിടെ രക്ഷക്കെത്തിയിട്ടില്ല. കുടുംബമുണ്ട്, എഡ്യൂക്കേഷനുണ്ട്, പണമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നാസിസ്റ്റ് എന്താണെന്ന് അവയർനെസ് ആദ്യം തന്നെ പഠിക്കണം. കല്യാണം കഴിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പ്രേമിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മുന്നേ, അതായത് ഇത്തരം ആൾക്കാർ ഇടപെടുമ്പോൾ ഇവർ കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹമാണോ, ലവ് ബോംബിംഗ് ആണോ, ഇടൻ അജണ്ടയുണ്ടോ? പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ മുഖം മൂടി എന്നാണ് അർത്ഥം. പേഴ്സണാലിറ്റി എന്ന വാക്ക് ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മുഖം മൂടി എന്നാണ് അർത്ഥം. മുഖം മൂടി ഇട്ടിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്, റിയൽ ഇതാണോ? ഇതൊക്കെ കണ്ടെത്തണം. ഇതൊക്കെ കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെയോ ഈ വിഷയത്തിൽ നന്നായി അറിയുന്ന അഗ്രഗണ്യനായ ഒരാളുടെ സപ്പോർട്ടോ തേടണം. അല്ലാതെ ഡയറക്റ്റ് ചാടിക്കൊടുത്താൽ, പ്രത്യേകിച്ച് ഞാൻ ഇത് പറയുന്നത് പ്രേമിക്കുന്നവരോടാണ്. പ്രേമിക്കുന്നവർ നല്ലൊരു ശതമാനം ഇവരെ വലയിൽ വീഴും. കാരണം ഇവർക്ക് പ്രേമത്തിലൂടെ വീഴ്ത്താനുള്ള അപാരമായ കഴിവുണ്ട്. എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരുപാട് ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ പറയുന്ന, ദുരനുഭവങ്ങൾ പറയുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ രക്ഷക്കെത്തൂല, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ അറിവൊന്നും നിങ്ങളെ രക്ഷക്കെത്തൂല. നിങ്ങൾക്ക് ഈ വിഷയത്തെപ്പറ്റി, നാസിസ്റ്റ് എന്താണോ, ഒരാൾ കള്ളക്കളി കളിക്കുന്നത് എങ്ങനെയാണോ, ഈ രീതിയിൽ എങ്ങനെ അവർ ഇടപെടും, ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇനി വരും കാലത്ത് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇവരെ പറ്റി പഠിക്കാനുള്ള ഒരു സിലബസ് തയ്യാറാക്കേണ്ടതുണ്ട്. നിർബന്ധമായിട്ട് അവരെ പറ്റി പഠിപ്പിക്കേണ്ടതുണ്ട്. എന്തൊക്കെ കുതന്ത്രങ്ങൾ മെനയാറുണ്ട്, മാനിപ്പുലേഷൻ എന്താണ്, ഗ്യാസ് ലൈറ്റിംഗ് എന്താണ്, ഡിസ്കാർഡ് എന്താണ്, ഡീവാലുവേഷൻ എന്താണ്, ഇതൊക്കെ നന്നായിട്ട് ഓരോരുത്തരും പഠിച്ചിരിക്കണം. ട്രോമ ബോണ്ടിങ് എന്താണ്, ഇതിനൊക്കെ എങ്ങനെ ഊരാം, ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യാം, സോഷ്യൽ സപ്പോർട്ട്, സമൂഹത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെ നേടാം, ഈ കുരുക്കിൽ അറിയാണ്ട് പെട്ടാൽ എങ്ങനെ അതിൽ നിന്ന് ഊരാം, കൂടെ ഉള്ളവരെ എങ്ങനെ രക്ഷപ്പെടുത്താം, ഇത്തരം വിഷയങ്ങളൊക്കെ നന്നായി പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് കരകയറാൻ പറ്റും. ഏതുമാവട്ടെ, ഇത്തരം കുരുക്കിൽപ്പെട്ട ആൾക്കാരെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, അവരെ ഫാമിലിയും കുറ്റപ്പെടുത്തരുത്. മറിച്ച് അവർക്ക് എങ്ങനെ രക്ഷാകവചം ഒരുക്കാമെന്ന് ചിന്തിക്കാം. വീണ്ടും കാണാം. നന്ദി.